ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു സാംസങ് S24 യൂസർ ആണെങ്കിൽ S24 Ultra S24 ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ജാനുവരി 2026 സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം മുമ്പ് തന്നെ നമ്മൾ ആക്ച്വലി അപ്പം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ S24 Ultra. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ അപ്ഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ S24 Ultrയ്ക്ക് S24 സീരീസുകൾക്ക് ഇതുപോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളെ വാറണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ ഇതുവരെയായിട്ട് S24 സീരീസുകൾക്ക് റിപ്പോർട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മളെ എന്താ പറയുക ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ലാസ്റ്റ് അപ്ഡേറ്റ് 22-ാം തീയതി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടു 1UI വേർഷൻ 8 ആണ്, ആൻഡ്രോയിഡ് വേർഷൻ 16 ആണ്, 470 MB ആണ് കിട്ടുന്നത്. സെക്യൂരിറ്റി പാച്ച് ലെവൽ ജാനുവരി 2026 ഉണ്ട്. ഇതിൽ ആക്ച്വലി നമുക്ക് സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, അല്ലാണ്ട് വലിയ സംഭവമൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ വേറെ എന്താ പറയുക ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കുറച്ചും കൂടി സ്നാപ്പി ഫോൺ ഭയങ്കര സ്നാപ്പി ആയതുപോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഉറപ്പാണ്. പ്രത്യേകം എസ്പെഷ്യലി നമ്മുടെ ഫോൺ ചുമ്മാ അങ്ങനെ വെക്കുമ്പോൾ തന്നെ ഐഡിയലായിട്ട് ഡ്രെയിൻ വരില്ല ബാറ്ററി ഡ്രെയിൻ. ഐഡിയൽ ബാറ്ററി ഡ്രെയിൻ നമുക്ക് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടെണ്ണമായിട്ട് എനിക്ക് ഒരു ഡിഫറൻസ് എനിക്ക് ഫേസ് ചെയ്ത് ആഫ്റ്റർ അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളുടെ ബാറ്ററി ഡ്രെയിനും സംഭവമൊക്കെ ആയിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻറ്റും വന്നിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ വലിയ ഡിഫറൻസോ എനിക്ക് നെഗറ്റീവായിട്ട് കോൺസ് ആയിട്ടൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ എന്താ പറയുക ഒരു നെഗറ്റീവായിട്ട് ഈ അപ്ഡേറ്റിൽ ബഗ്ഗോ സംഭവമോ അങ്ങനെയായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ടും ഞാൻ ഒറ്റ ബഗ്ഗും ഫേസ് ചെയ്തിട്ടില്ല ഇതിൽ. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഫോൺ, എസ്പെഷ്യലി നിങ്ങളുടെ S24 Ultra. S23 ഞാൻ പറയില്ല, എന്ന് വെച്ചാൽ S23 സീരീസ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്ന മോഡലുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറന്റി ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതിൻ്റെ S24 S25 സീരീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അതിനപ്പോൾ ഇതുള്ള നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. അതിൻ്റെ ചെയ്യാം. അടുത്ത് വിടാം.